ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മുടെ പെരേര നാളെ ചോല വിസ്കി റിയാസ് മുഹമ്മദിന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ പെരേര പറയുന്നു. നമസ്കാരം നമസ്കാരം. നമ്മള് പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇപ്പൊ റിവ്യൂസിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ചോല വിസ്കി ഇപ്പോ ഷൂട്ട് ആരംഭിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളെ കല്ലെറിയാനൊക്കെ ഉണ്ടാവും. കാരണം കല്ലും മുള്ളും നിറഞ്ഞുള്ള വഴികളിലൂടെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. കാരണം സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് പേര് ശത്രുക്കളായിട്ടുണ്ടാവും. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നമ്മള് എല്ലാ കടമ്പയും കടക്കും എന്ന് പറയുന്നു. കാരണം ഇപ്പോ ഇനി എല്ലാ മാസവും ഓരോ സിനിമയും ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ ഉണ്ട്. പറയാറുണ്ടല്ലേ, പൊട്ടന് ലാട്ടറി അടിച്ചെന്നാക്ക. ഇതാ തന്നെ കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോല വിസ്കിക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് റിയാസ് മുഹമ്മദ് എന്ന ഡയറക്ടറിന്റെ നല്ലൊരു സിനിമയാണ്. അമീറയ്ക്ക് ശേഷം നല്ലൊരു സിനിമ നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അഭിലാഷേട്ടും ഞാനും ഉണ്ടാവും ചിലപ്പോ. എന്നിട്ട് സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം ഉണ്ടാവും. അപ്പൊ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മള് റിവ്യൂ തന്ന സപ്പോർട്ട് സിനിമയിൽ വരുമ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ. എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ എടുക്കുന്നതായിരിക്കും. കമന്റ്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശുഭദിനം, ഗുഡ് നൈറ്റ്. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം.